Hi guys, welcome to Kaohsiung City. ഇപ്പോൾ ഞാൻ പറയട്ടെ ഡാഡി എന്താ പറയുന്നത് ഈ ബ്ലോഗ് കാണുമ്പോ പ്രിയ ബൺ കഴിച്ച് ബണ്ണിനെ പോലെയാവും നോക്കിക്കോ. Hi guys, good morning and welcome to our new vlog. പ്രിയക്ക് ഇത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഒന്നും അല്ല, മര്യാദക്ക് ഞാൻ ചോദിച്ചത്. അപ്പൊ പറഞ്ഞു സാധാരണ ഒരു ഡ്രസ്സ് അങ്ങനെ വലിയ ഇത് ഗ്രാൻഡ് അങ്ങനൊന്നും അല്ല, ഇട്ടാ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ ഈ സ്ഥലത്താണ് പോകുന്നത്. പക്ഷെ എനിക്ക് ബേളിയിൽ കിട്ടിയത് ഞാൻ പറഞ്ഞില്ലേ, ബാക്കിയെല്ലാം എനിക്ക് ഇട്ടതുകൊണ്ട് അതുകൊണ്ട് നല്ല ഡ്രസ്സ് കിട്ടി. അതുകൊണ്ട് ഞാൻ ഇട്ടിരിക്കുന്നത് സാരയുടെ ഷർട്ടും യൂണിക്ലോന്റെ പാൻസും ആണ്. പാൻസ് സൂപ്പർ ആയിട്ട് ആണോ? വേദുവിനെയാണ് സൂപ്പർ. അപ്പൊ ഇന്ന് നമ്മൾ ഈ കൗശാങ് എന്ന് പറഞ്ഞ സിറ്റി കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഒരു കിഡിലൻ ബോട്ട് ക്രൂസ് ഉണ്ട്, ഒരു വെനിസിന്റെ ഗണ്ടോള പോലത്തെ സംഭവമാണ്. അതല്ലാതെ വേറെ കുറച്ച് ടെമ്പിൾസും ലോട്ടസ് പോണ്ട് ഏരിയ ഒക്കെ ഉണ്ട്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷെ അവിടെ ഇപ്പൊ റിനോവേഷൻ നടക്കുമെന്ന് പറഞ്ഞു. സോ എല്ലാം കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. പറഞ്ഞ സ്ഥിതിക്ക് എന്റെ ഡ്രസ്സും കൂടെ കാണിക്കാം. ഓക്കെ ഓക്കെ, ഇനി പ്രിയയുടെ കാണിച്ചില്ലാന്ന് വേണ്ട. നല്ല ഡ്രസ്സായിട്ട് അവരിഷ്ടപ്പെടുത്തില്ല. ഇത് നമ്മുടെ ഷോപ്പിലുള്ളതാണ്. ലാക്സ് ഡെസിനോ എന്നാണ് ബ്രാൻഡിന്റെ പേര്. അപ്പൊ ഇത് വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഒരു ഹാപ്പി സ്റ്റോറിൽ വന്ന് വാങ്ങുക. ഞങ്ങളാണ് സൂപ്പർ ഇന്ന് കുറച്ചുകൂടെ. ഒരു മൺഡേ സൺഡേ ഫീലിംഗ് ആണ്. അത് അത്ര ക്രൗഡഡ് അല്ല ഈ സിറ്റി, അതുകൊണ്ടും കൂടെ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഭയങ്കര ഓൾമോസ്റ്റ് ഒരു കാലി ഫീലിംഗ് ആണ്. എനിക്കൊന്ന് റോഡ്സും അതൊക്കെ ഭയങ്കര വീതിയും അതിനുള്ള വണ്ടികളും തിരക്കൊന്നുമില്ല. അതൊരു ബ്ലെസ്ഡ് സിറ്റുവേഷൻ ആണ് ആക്ച്വലി. ഇവിടുന്ന് മെട്രോ കുറച്ച് ദൂരമുണ്ട്. ഇന്ന് ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ടാക്സി പോവാം. തിരിച്ചു വരുന്ന മെട്രോ. വെയിലില്ലല്ലോ, ചൂട് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അയ്യടാ മെട്രോ വേദുവിനെ കാണിക്കണം. നമ്മൾ സംസാരിക്കുന്ന പോലെ വേദുവിനും കുറച്ച് പറയാനുണ്ട്. നിന്നി തൊട്ട് നിങ്ങൾക്ക് മനസ്സിലാവോന്ന് അറിയില്ല. പ്രിയ, വെൽക്കം ടു കൗസിയാങ് സിറ്റി. ഇറ്റ്സ് എ ഹോട്ട് ഡേ. വെതർ മാറി തുടങ്ങി. തൈവാനിൽ വീണ്ടും ഞാൻ ഒരു ടിപ്പ് പറയാം. ഇവിടെ സമ്മേഴ്സ് ആർ ലൈക്ക് ഹോറബിൾ. ഒരിക്കലും ഇവിടെ സമ്മേഴ്സിൽ വരരുത്. നമ്മൾ ഇത്രയും ദിവസമായിട്ട് ഇവിടെ ഒരു ഒറ്റ ഇന്ത്യനെ കണ്ടില്ല. സത്യമായിട്ടും ഒറ്റ ഇന്ത്യൻസ് അല്ല, ഫോറിനേഴ്സ് നമ്മൾ ഇതുവരെ ട്രാവൽ ചെയ്യുന്ന രാജ്യം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് ഫോറിനേഴ്സ്. ചൈനയും ആണ് മെയിൻ ടൂറിസ്റ്റ്. അവിടെ അല്ല കണ്ണാടി വെക്കണ്ടേ. അയ്യേ, വെരി 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 ലക്കി. ഈ സംഭവം റിനോവേഷൻ നടക്കുവാണ്. ഇന്നലെയാണ് അവര് അകത്തെങ്കിലും അലൗ ചെയ്യാൻ തുടങ്ങിയത്. എന്താ സംഭവം എന്ന് കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ പ്രിയ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ആണ്. ഇത് ലോട്ടസ് പോണ്ട് എന്ന് പറയും. ഇവിടെ ഏറ്റവും കൂടുതൽ ടെമ്പിൾസ് ഉള്ള ഒരു ഏരിയ ആണിത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെൻഷുയി ഭയങ്കരമായിട്ടുള്ള ഏരിയ എന്നാ പറയുന്നത്. കാരണം വാട്ടറും വിൻഡും രണ്ട് ഏറ്റവും എലിമെന്റ്സ് അത് ഇവിടെ ഒരുപാട് ഉള്ളത് കൊണ്ട്, ഫെൻഷുയി ഉള്ളത് കൊണ്ട് ഒരുപാട് ടെമ്പിൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഉള്ള രണ്ട് ടൂറിസ്റ്റ് അട്രാക്ഷനും ടെമ്പിൾസ് എന്ന് പറയുന്നത് ഡ്രാഗൺ ആൻഡ് ടൈഗർ പഗോഡയാണ്. ഇത് റെനോവേഷനിലാണ്, പക്ഷേ നമുക്ക് കയറാൻ പറ്റും. ഇനി ഇതിൽ കയറേണ്ട ഒരു രീതിയുണ്ട്. എങ്ങനെയാ? ടൈഗറിനെ പോലെ കയറണം അല്ല, പിന്നെ ഒന്ന് ഗസ് ചെയ്യ്. എന്തായിരിക്കും പിന്നെ വേറത്തെ രീതി? ഓക്കെ, ഇതിന്റെ രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് പറയാം. ഇതിൽ കയറേണ്ട രീതി എന്താണെന്നറിയോ പ്രിയ? ഡ്രാഗന്റെ മൗത്തിൽ കൂടെ കയറിയിട്ട് ടൈഗറിന്റെ മൗത്തിൽ കൂടെ ഇറങ്ങണം. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗൺ സിംബിളൈസസ് വെൽത്ത്, പ്രോസ്പാരിറ്റി, ഗുഡ് ലക്ക്, ഫോർച്യൂൺ. ഡ്രാഗന്റെ ചൈനയുടെ സിമ്പിൾ കണ്ടിട്ടില്ലേ? സോ അതിന്റെ വായിൽ കൂടെ കയറുമ്പോൾ വി ആർ ഇൻവൈറ്റിംഗ് ഓൾ ദാറ്റ്. ടൈഗറിന്റെ മൗത്തിൽ കൂടെ ഇറങ്ങുമ്പോൾ നെഗറ്റിവിറ്റിയും ബാഡ് എനർജിയും ബാഡ് ലക്കും എല്ലാം കളയുവാണ്. സോ എല്ലാവരും നോക്കി കയറുന്നത് ഡ്രാഗന്റെ വായിൽ കൂടെ ആയിരിക്കും, ഇറങ്ങുന്നത് ടൈഗറിന്റെ വായിൽ കൂടെ ആയിരിക്കും. ബ്രേക്കാണെങ്കിൽ തിരിഞ്ഞു കയറിക്കോ. എന്തൊരു ബ്യൂട്ടിഫുൾ അല്ലേ പറയാ. ഫുൾ ലേക്ക്, മാൻമെയ്ഡ് ലേക്ക് ആണ്. ഇനി അവിടെയൊക്കെ ഓരോരോ പഗോഡസ് ആണ് നമ്മൾ കാണിച്ചു തരാം. പക്ഷെ മെയിൻ സംഭവം ഇതാണ്. ഇത് കേറാൻ പറ്റിയത് ഏറ്റവും നല്ല ഭാഗ്യമായി പോയി. നല്ല രസമുണ്ട് കാണാൻ. തണുപ്പും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായല്ലേ. ഇതിന് ഈവൻ ഈ സിഗ്സാക് വാക്ക് വേ ഉണ്ടല്ലോ, അതും ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആ. അത് ഈ ലൈഫിലെ അപ്സ് ആൻഡ് ഡൗൺസ് എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുക. മനസ്സിലായോ?
ഇത് ആമയല്ലേ ഇത്? ആ ലോട്ടസ് പോണ്ട് അല്ലേ, ആമകളുണ്ട് ഇഷ്ടം മാതിരി ഒക്കെ കേറിക്കോ കേട്ടാ. അകത്ത് എന്താണെന്നറിയോ, മൊത്തമായിട്ട് ഇവരുടെ ഹിസ്റ്ററി, കൾച്ചർ, ഹെറിറ്റേജ് അതിൻ്റെയൊക്കെ പെയിന്റിംഗ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. വേദു വിചാരിച്ചു എന്റെ അകത്ത് എന്തോ ടോയും കാര്യങ്ങളൊക്കെ. അല്ലല്ല, വേദു വിചാരിച്ചു ഇതിന്റെ അകത്ത് ഡ്രാഗൺസ് വേറെ കാണും അല്ലേ. മുടിയൊക്കെ പിടിച്ച് വലിക്കുന്ന ഡീമൺസ്. നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല, ഡിസ്ക്രിപ്ഷനും ഇല്ല ഇവിടെ കേട്ടോ. പക്ഷെ മോർ ദാൻ എവറിത്തിങ് ഈ ഗുഡ് ലക്ക് ബാഡ് ലക്കിന് വേണ്ടി ആൾക്കാർ ഇവിടെ വരുന്നത്. ഡ്രാഗണിന്റെ മുഖത്തിൽ കൂടെ കയറി ടൈഗറിൽ കൂടെ ഇറങ്ങാൻ. ഇത് മറ്റേ ഗുരുവായൂരാക്കി കളയും പ്രിയ. എന്താ എപ്പോഴും കോയിൻ ഇടുമ്പോ തല ചുറ്റിയിടണം. നടക്കും. ഇവരൊക്കെ ഡ്രാഗൺ കഴിച്ച ആൾക്കാരാണ്. ബോഡി ഈ റെനോവേഷൻ ഇല്ലെങ്കിൽ നല്ല ഭംഗിയായല്ലേ. വർക്ക് നടക്കുകയല്ലേ. എന്തായാലും കേറാൻ പറ്റിയല്ലോ. അത് തന്നെ വലിയ. നടുക്ക് വെള്ളമാണ്. ഇത് ലേക്കിന്റെ നടുക്കാണിത്. ഇതിപ്പോ ഇതൊക്കെ മാറ്റി കഴിയുമ്പോഴേ അതിന്റെ ഒരു ഭംഗി അറിയാൻ പറ്റുള്ളൂ. ഇനി ഇതേ ടൈഗറിന്റെ വയറിൽ കൂടെ അകത്തേക്ക് പോകും. ടൈഗറിന്റെ വയറിന് സെയിം തന്നെയാ പറയാ. ഇത് മൊത്തം അവരുടെ ഈ കൾച്ചർ, നമ്മുടെ രാമായണ മഹാഭാരതമൊക്കെ ഇല്ലേ, അതുപോലെ അവരുടെ ഡെപ്പിക്ഷൻ ഓഫ് അവരുടെ കാര്യങ്ങളാണ്. നമുക്കിതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഞാൻ വെച്ചാൽ ഇതിന്റെ അകത്ത് വേറെ ആയിരിക്കും. അല്ലല്ല, സെയിം. പക്ഷെ എനിക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും മനസ്സിലായില്ലെങ്കിലും അതന്നെ, ഒന്നും മനസ്സിലായില്ലെങ്കിലും ആർട്ട് ഇഷ്ടപ്പെടുന്നവര് ഇതൊക്കെ കാണുമ്പോ കുറച്ച്. ആർക്കാണ് ആർട്ട് ഇഷ്ടം? ഇത്രയും നാട്ടിൽ ഇതുവരെ ഒരു ആർട്ട് എക്സിബിഷന് പോയിട്ടുണ്ടോ? എന്റെ വര കണ്ടില്ലേ നിങ്ങള്? സ്പൈഡർമാന്റെ എന്താ? ഇയാളെ ഇവരൊക്കെ ടൈഗർ കഴിച്ചു. ടൈഗറിന്റെ വായക്കൂടെ വെളിപ്പോ. എന്തിനാ ഇരിക്കുന്ന ടൈഗറിനെ? ഇതെല്ലാം ഈ ചൈനീസ് ടെമ്പിൾസ് ആണ്. ഇത് ഞാൻ പറഞ്ഞില്ല, ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ടെമ്പിൾസ് ഉള്ളത്. ഇൻഫാക്ട് തൈവാനിൽ തന്നെ ഇത്ര അടുത്ത് ഏറ്റവും കൂടുതൽ ടെമ്പിൾസ് ഉള്ള ഈ ഒരു ലേക്കിന്റെ ചുറ്റുമാണ്. ബ്യൂട്ടിഫുൾ നോ? കണ്ട ഇവിടെ സൈക്ലിംഗ് ട്രാക്ക് ഉണ്ട്. ഏകദേശം 2.5 കിലോമീറ്റേഴ്സ് ആണ് ഇതിന്റെ മൊത്തം ചുറ്റുമായിട്ട് വരുന്നത് കേട്ടോ. സോ ഇറ്റ്സ് ലൈക്ക് എ റിക്രിയേഷൻ ഏരിയ ഓൾസോ. ഇതിൽ വാക്കിംഗ് ട്രാക്ക്, ഇപ്പുറത്ത് സൈക്ലിംഗ് ട്രാക്ക്, ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഔട്ട്ലെറ്റ്സും ടെമ്പിൾസും എല്ലാം. ഇതൊന്നും ഉണ്ടല്ലോ, ഈ കാണുന്ന ഒരു ടെമ്പിൾസും ഭയങ്കര ഏൻഷ്യൻ്റ് ഒന്നുമല്ല. എല്ലാം ഒരു 1900s പണിത ടെമ്പിൾസ് ആണ്. പക്ഷെ എന്നാലും ഇതിന് അവർക്ക് പേഴ്സണലി ഭയങ്കര ഒരു റിലീജിയസ് സിഗ്നിഫിക്കൻസ് ഉണ്ട്. തന്നെ അവർക്ക് സീസൺസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അറിയാമല്ലോ, ഇവർക്ക് സീസൺ ഫെസ്റ്റിവൽ ഒക്കെ ഉണ്ട്. ഇവർക്ക് നമുക്ക് വിഷുവും അതുപോലെയൊക്കെ ഉള്ളതുപോലെ. അതുപോലെ ഇത് സീസൺ ഓട്ടം ആൻഡ് സ്പ്രിംഗ് പഗോഡാസ് ആണ്. നേരത്തെ ടൈഗറും ഡ്രാഗണും ആണെങ്കിൽ ഇത് ഓട്ടവും സ്പ്രിങ്ങും ആണ്. അതിനെ സിംബിളൈസ് ചെയ്തുള്ള രണ്ട് ഗോഡ്സ്. അത് പറയല്ലേ, നടന്ന് വെള്ളത്തിന്റെ ആക്ച്വലി ലേക്കിന്റെ നടുക്ക് വരെ പോകാൻ പറ്റും നമുക്ക്. എന്നിട്ട് അവിടെ ആക്ച്വലി എനിക്ക് ഫോട്ടോസ് എടുക്കാൻ എല്ലാവരും പോകുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ടെമ്പിൾ പോലെ ശരിക്കും ഒരു ഷാലിൻ ടെമ്പിൾ ഒക്കെ പോലെ ഉണ്ട്. ഷാലിൻ അല്ല, ചൈനീസ് ടെമ്പിൾ പോലെ ഉണ്ട്. അതെ, അവിടെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. അതും ഇതുപോലെ എന്തെങ്കിലും ഒരു നമുക്കറിയില്ലല്ലോ ചൈനീസ് ഗോഡ്സിനൊക്കെ. എത്ര ടെമ്പിൾസാന്ന് നോക്ക്. ആൻഡ് ഇത് ലേക്കിന്റെ നടുക്ക്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഇവിടെ തന്നെ നോക്കിയാൽ കാണാം. നേരത്തെ കണ്ട പോലെ ചൈനീസ് ടെമ്പിൾ പോലെ വേറെ ഒരെണ്ണം ഉണ്ട് ഇവിടെ. കണ്ടോ? ഇത് ആക്ച്വലി സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ ഒരു ആംബിയൻസും ഈ ഒരു ഫീലും എക്സ്പീരിയൻസ് ആണ്. നമുക്കൊരു ഹോളി ഫീലിംഗ് ഒന്നും ഇവിടുന്ന് കിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എനിക്കൊന്നും ഒരു ടൂറിസ്റ്റിന് വേണ്ടി തന്നെ അവർ ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ അട്രാക്ഷൻ കൂട്ടാനായിട്ട്. സാധാരണ നമ്മുടെ ഒരു നാട്ടിലൊക്കെ ആണെങ്കിലും ഒരു അമ്പലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയ ഭയങ്കരമായിട്ട് ഇക്കണോമിക്കലി ഡെവലപ്ഡ് ആവാറുണ്ടല്ലോ പൊതുവെ. അവിടെ ആൾക്കാർ വിസിറ്റ് ചെയ്യാൻ സൈഡിൽ ബിസിനസ്സസ് വരും, ഹോട്ടൽസ് വരും. അങ്ങനെ എനിക്ക് അതും ആ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ഇവിടെ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പെട്ടെന്ന് വെതർ പറയുമ്പോൾ ഭയങ്കര ചൂടത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗ് ചെയ്യാനും സൈറ്റ് സീയിങ് ഒക്കെ ഇറ്റ്സ് ഹൊറബിൾ. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ചൂടായി കാണുന്നു ഇവിടെ. ഇത് കാണുമെങ്കിൽ അടുത്ത ദിവസമൊക്കെ എന്തായിരിക്കും. ആഴ്ചത്തെ പ്രിയ എന്തോ വാങ്ങാൻ പോയിട്ടുണ്ട്. നമുക്കിനി എവിടെയെങ്കിലും ഇരുന്ന് കുറച്ച് ഫുഡ് കഴിക്കാം. വൈകുന്നേരം ബോട്ട് ക്രൂസ് ഉണ്ട്, അത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ്. ആ റിവറിൻ്റെ പേര് തന്നെ ലവ് റിവർ എന്നാണ്. അത് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വന്നാലോ? വിശക്കുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാം, എന്നിട്ട് നേരെ ബോട്ട് ക്രൂസിന് പോവാം. സമയമായി. ഇതിലെ പ്രൊഡക്ട്സ് നോക്കി എന്ത് ഭംഗി, ഒന്നും വായിക്കറിയില്ല. ഭയങ്കര പോപ്പുലർ ആണെന്ന് തോന്നുന്നു. ട്രാൻസ്ലേറ്റ് വെച്ച് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇവരുടെ സൈസ്, ബേക്ക്ഡ് ഫുഡ് ഇവിടുത്തെ വേറെ ലെവലാണ്. മിൽക്ക് ടോസ്റ്റ്, ഈ ബ്രെഡ് മാത്രമായിട്ട് കഴിക്കാം. ഇതിവരുടെ ഓരോ സോസേജ് റോളും സാൻഡ്വിച്ചസും. ഇതിന്റെ തിക്നെസ് ഉണ്ടാ ഭയങ്കര ചീപ്പുമാണ് കേട്ടോ. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇതിനൊരു 100 രൂപ. പക്ഷേ ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഒരു ജംബോ ഷോർമേനെ കാട്ടി വലുതാണ്. എല്ലാ ബ്രെഡ്സും ഇവിടെ ഫ്രഷ്ലി ബേക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്ത് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചെടുത്താൽ മതി, കാരണം അത്രയും ക്വാണ്ടിറ്റി ആണ്. ജസ്റ്റ് സീ ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ബൺസ് ആ. ഇതൊക്കെ ഡിസേർട്ട് ബൺസ് ആണ്. ഒരുപാട് ടൈപ്പ് ഡിസേർട്ട് ബൺസ് ഉണ്ട്, കേക്ക്സ്, പേസ്ട്രീസ്. സംഭവമാണ് കേട്ടോ തൈവാനീസ് ബേക്ക്ഡ് പ്രോഡക്ട്സ്.
കഴിക്കാനുള്ള എല്ലാം ഉണ്ട്. നേച്ചറിൽ ഇരുന്ന് ഫുഡും കഴിക്കാം. വിശക്കുന്നില്ലേ? അപ്പൊ ഫുഡ് വാങ്ങിക്കൊണ്ട് വന്നു. കണ്ടാ, ഇവിടെ ഏറ്റവും പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണല്ലോ ഇത്. ഞാൻ ദില്ലുന്റെ സൈസ് നോക്കി ഫുഡ് വാങ്ങാനല്ല അല്ല, ഞാൻ പ്രിയയുടെ വിശപ്പ് നോക്കിയ ഫുഡ് വാങ്ങിയ. ഇത് ദില്ലുന്റെ എത്രയുണ്ട് സൈസ്? അപ്പൊ വേദന നല്ല സാധനം വാങ്ങിയിട്ടുണ്ട്. അത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കത് ഞാൻ കഴിച്ചോളാം. പ്രസ് ചെയ്ത് നോക്ക്, സോഫ്റ്റ്നെസ്. അതിപ്പോ തീരും കേട്ടോ. ഒരു 3 ബൈറ്റും കൂടെ എടുത്ത് കഴിയുമ്പോൾ അത് തീരും. എന്നിട്ടാണ് വലിയ ഡയലോഗ് ഇറക്കുന്നത്. അതിന്റെ അകത്ത് കാണിച്ച് ചിക്കനും സോസേജും ചിക്കനും സ്മോക്ക് ചിക്കൻ ഹാം ആണ്. ലിപ്സ്റ്റിക്കും ഉണ്ട് ഇഷ്ടം മാതിരി. അതില് കൊറേ ലിപ്സ്റ്റിക് ഉണ്ട്. എന്ത് പകുതി എന്റെ പോക്ക് ഫ്ലോസ് ബൺ കണ്ട ഒരു പഫ്സിന്റെ ടെക്സ്ചറും ബണ്ണിന്റെ ഷേപ്പും, അടിയിൽ ബണ്ണിന്റെ ബൺ, മുകളിൽ പഫ്സിന്റെ പേസ്ട്രി. ഇതിന്റെ അകത്തുണ്ടല്ലോ പോക്ക് ഫ്ലോസ് ആണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോട്ടൺ ക്യാൻഡി ഇല്ലേ, ആ ഒരു ടെക്സ്ചറിൽ ഉള്ള പോക്കിന്റെ പൊടിയാണ്. കുറച്ച് സ്വീറ്റാണ്, ഭയങ്കര പോക്കി ഫ്ലേവറാണ്. ഇത് മാത്രമായിട്ട് വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ അകത്തുള്ള പോക്ക് ഫ്ലോസ് എല്ലായിടത്തും ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഭയങ്കര ഫേമസ് ആണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യുക. പോക്ക് ഇഷ്ടമല്ലാത്തവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഫ്ലേവറാണ്. ശരിക്കും കോട്ടൺ ക്യാൻഡി വെച്ച് ഉണ്ടാക്കിയ പോക്ക് പോലെ തോന്നും. വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് 3/4 കഴിച്ചു. എൻ്റെ പകുതി, എൻ്റെ ഫുള്ള് പ്രിയ കഴിച്ചു. ഞാൻ ഒരു ബൈറ്റ് എടുത്തോളൂ എൻ്റെ പോക്ക് ഫ്ലോസിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി. അതിൻ്റെ ചോക്ലേറ്റ് ബണ്ണിൻ്റെ പകുതി. ഇപ്പം ഞാൻ പറയട്ടെ, ഡാഡി എന്താ പറയുന്നത് ഈ ബ്ലോഗ് കാണുമ്പോൾ? പ്രിയ ബൺ കഴിച്ച് ബണ്ണിനെ പോലെ ആവും. നോക്കിക്കോ, പറയും ശാന്തി, പ്രിയ ബൺ കഴിച്ച് ബണ്ണിനെ പോലെ ആയി തിരിച്ചു വരും എന്ന് പറയും. നോക്കിക്കോ. വെൽക്കം ടു ദ ലവ് റിവർ ഓഫ് കൗസിയോങ്. ഇതിലും മൊത്തം ലവ് പ്രിയ. നോക്ക്, ചിലപ്പോ 2 പ്രാവ് ഒരുമിച്ച് ഇരിക്കുന്നുണ്ടായിരിക്കും, കപ്പിൾസ് ഒരുമിച്ച് ഇരിക്കുന്നുണ്ടായിരിക്കും. വേദു വരെ കാണിക്കുന്നുണ്ട്. ഹാർട്ട് കണ്ടാന്ന്. ലവ് റിവർ. സോ ഇനി ഒരു ഈ പെർഫെക്റ്റ് ടൈമിലാണ് വന്നിരിക്കുന്നത്. ഇത് സോളാറിൽ ഓടുന്ന ബോട്ടാ. ഇല്ല, ബാറ്ററി ചാർജ്ഡ് ആണ്. സോ ഇത് കയറി നമുക്ക് മൊത്തം ഇവിടുത്തെ ഒരു മെയിൻ ഏരിയ കാണാൻ പറ്റും. അവിടെ ഒരു ബ്യൂട്ടിഫുൾ കഫേ ഉണ്ട് ലവ് റിവറിന്റെ തൊട്ട് സൈഡിൽ. എന്ത്? അത് ഇഷ്ടപ്പെടുമല്ലോ. അപ്പൊ ആക്ച്വലി ഗണ്ടോളർ ആയിട്ടുണ്ട് നമ്മുടെ വെന്നിസ് പോലെ. അതിൽ പോയാ പക്ഷെ സൈറ്റ്സ് അപ്പുറത്തുണ്ട്. സേഫ് മാത്രമല്ല, മൊത്തം കാണാൻ പറ്റില്ല. അതിനെക്കാട്ടി ഇതല്ലേ. എന്ത് രസമല്ലേ പ്രിയ വാക്ക് ഏരിയ വെച്ചിരിക്കുന്നത്. അടിപൊളി അല്ലേ. സ്ഥലം ഇല്ലാത്തോണ്ടാണ് പ്രിയ വാക്കിങ്ങിന് ഇറങ്ങാത്തത്. ഇപ്പോഴാണ് മനസ്സിലായത്. കൊച്ചിങ് ഓപ്പറേഷനിൽ ഞാൻ പറയാം കേട്ടാ. അയ്യോ ബോട്ടായി ഫ്ലവേഴ്സ് ഒക്കെ വെക്കാൻ പറ. വേഗം വെക്കാം. അങ്ങനെ പ്രിയ കണ്ടോള. അതാണ് കണ്ടോള. അതിനെക്കാട്ടി ബെറ്റർ ഇതല്ലേ. ഇതിന്റെ ഗുണം എന്താ അറിയോ? സൗണ്ട് ഇല്ല. ബോട്ട് സോളാർ അല്ലേ. സിറ്റിയില് വേറൊരു കാര്യം എന്താ പറയുക, ഞാൻ ചെയ്യുന്നുണ്ട്. പാർക്കിന്റെ കളിയാണ്. സിറ്റിയുടെ നടുക്ക് തന്നെ 3-4 ഹ്യൂജ് പാർക്സ് ആണ്. ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ഉള്ള പാർക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ഗ്രീൻ സിറ്റിയും കൂടെയാണ്. ഈ വാക്ക് വേ തന്നെ നോക്ക്, എത്ര കിലോമീറ്റേഴ്സ് ആണ്. ഒന്ന് ലോട്ടസ് പോയിന്റ് അവിടുത്തെ വാക്ക് വേ നമ്മൾ കണ്ടു. അതല്ലാതെ ലവ് റിവറിന്റെ സൈഡിലുള്ള വാക്ക് വേ, ബൈക്കിംഗ് ട്രാക്ക്. ഇവിടെ ഒക്കെ ഉണ്ടെങ്കിൽ പ്രിയ മറ്റേ 6 പാക്കായി നടന്നല്ലേ. അതായിരിക്കും നല്ലത്. ഏറ്റവും അട്രാക്റ്റീവ് ബിൽഡിംഗ് ആ പ്രിയ. എന്താ അത്? എന്താന്നറിയോ? മ്യൂസിക് സ്കൂളാ. ഇവിടത്തെ മ്യൂസിക് സ്കൂളാ. ഒന്ന് നോക്ക് എന്ത് ഭംഗിയാന്ന്. നമ്മൾ എവിടെ പോയപ്പോഴ പാലിന്റെ അടിയിൽ സ്പെയിൻ ആന്ന് തോന്നുന്നു ഒച്ച വെക്കേണ്ടത്. നല്ല ബിൽഡിംഗ് അല്ലേ. നല്ല സിറ്റിയാണല്ലോ ഇത്. ഈ ബോട്ടിൽ പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കുറെ സ്ഥലങ്ങൾ ഒരുമിച്ച് പെട്ടെന്ന് കാണാമല്ലോ. നടക്കും വേണ്ട, അതുകൊണ്ടല്ല ഇത്രയും സ്ഥലങ്ങൾ അടുപ്പിച്ച് കാണാൻ പറ്റുമോ? ഓ, ഇതിന്റെ അകത്തൊക്കെ പോയി പ്രിയനെ വിട്ടാണ്ടല്ലോ. അതെ, എസ്റ്റാനിക്കായിട്ട് വെളിയിൽ വരുള്ളൂ. ഒരാളുടെ എക്സൈറ്റ്മെന്റ്. ഇവിടെ സ്കൂൾ പിക്നിക്കും കൂടെ നടക്കുവാണ്. നമ്മുടെ അവിടെ തുടങ്ങിയ വാക്ക് വേ ഇല്ലേ, ഇവിടം വരെ ഉണ്ട്. എത്ര കിലോമീറ്റർ, നമ്മൾ എത്ര വരെ ബോട്ടിൽ വരുന്നത്. ഇത് കോസ്റ്റ് ഗാർഡ്. കോസ്റ്റ് ഗാർഡിന്റെ നേവിയുടെ
നേവിയുടെ ആണോ? അതെ, ചൈന മറ്റേ തൈവാനെ ചുറ്റിയിട്ടിരിക്കുവാണ് ഷിപ്പില്. വാർണ ദൈവമേ, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? അറിയില്ല, നമ്മൾ ഇന്ത്യക്കാരാണോ? ഒന്ന് വിട്ടുഹാക്കുന്നു പറഞ്ഞു. നമ്മളെ ഇഷ്ടമല്ല ചൈനക്കാർക്ക്. എല്ലാം സിറ്റി സോ ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ. ഓവറായിട്ട് ബിൽഡിങ്സ് ഇല്ല, ആ സമയത്ത് ഉള്ള ബിൽഡിങ്സ് ഒക്കെ ഭയങ്കര ഭംഗിയാണ്, അടിപൊളി. പ്രിയ, ഈ കാണുന്ന ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ബ്രിഡ്ജാണ് തൈവാനിലെ. ഈ നേരെ കാണുന്നത് ഗ്രേറ്റ് ഹാർബർ ബ്രിഡ്ജ് ആണ്. ഇതിന് തൊട്ടടുത്തുള്ള ആർട്ട് സെന്റർ ഉണ്ട്. അപ്പൊ ആർട്ട് സെന്ററിനെ കൂടെ മനസ്സിൽ വെച്ചിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആ പറയാ. അതൊരു പോർട്ടാണ്. പോർട്ടിന്റെ സൈഡില് മറ്റേ പോർട്ട് പോലെ ഇരുന്ന് കഴിക്കാൻ പറ്റിയ സ്ഥലം. വേണോ? രാത്രി കൂടെ വരണോ? നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുമോ? ഇവിടെ ഇറങ്ങാൻ പറ്റില്ല, തിരിച്ചു പോകണം. പ്രാം അവിടെയാ. അടിപൊളിയല്ലേ? ശരിക്കും പറയാം ഇതൊരു ലെയ്ഡ് ബാക്ക് സിറ്റി അല്ലേ പ്രിയ? ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട്. നൈറ്റ് മാർക്കറ്റ്സ് തൊട്ട് ഷോപ്പിംഗ് തൊട്ട് മാൾസ്, നല്ല റോഡ്സ് എല്ലാം ഉണ്ട്. പക്ഷെ തിരക്കില്ല, ആൾക്കാർ വളരെ കുറവാ. ട്രാം ഉണ്ട് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ അടുത്ത ട്രാം എടുത്തിട്ട് ഇവിടെ അടുത്തുള്ള എവിടെയെങ്കിലും പോവാം. അത് പ്രിയയുടെ കണ്ണിന് നന്നായി പിടിച്ചു കേട്ടാ. എനിക്ക് തോന്നുന്നു, ഞാൻ അറിയാതെ പ്രിയ ഇടയ്ക്കിടയ്ക്ക് രണ്ടെണ്ണൊക്കെ അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആ സൂപ്പർ മാർക്കറ്റോ വേദുവിന്റെ ഇപ്പൊ 7-11 ഫേവറേറ്റ് ആട്ടാ. എന്ത് കാരണം പ്രിയ ഇവിടുന്ന് തന്നെ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. പ്രിയക്ക് കണ്ണ് കാണാത്ത പ്രിയ അതേ പറഞ്ഞു, ദേ ബിയർ ഗാർഡനിൽ. അതെങ്ങനെ കാണാൻ പറ്റി? അതെനിക്കിപ്പോ അറിയാം. തിരിച്ച് 1/2 മണിക്കൂർ റൈഡ് കഴിഞ്ഞ് എത്തി. നല്ല ക്രൂസ് ആയിരുന്നു. ഈ സിറ്റിയുടെ ഭംഗി കാണണമെങ്കിൽ ക്രൂസ് എടുക്കുന്നത് നല്ലത് അല്ലേ? രാത്രി, എസ്പെഷ്യലി രാത്രി ലൈറ്റ്സ് ഇട്ട് കാണണം. 10 മണി വരെ ഉണ്ട്. നിങ്ങളൊരു 6 മണി 6:30 വരുന്നതായിരിക്കും കറക്റ്റ്. രാത്രി പോകരുത്, അതായത് സൺഡേ ടൈമും അറിയണം. നമ്മൾ പക്കയായിരുന്നു. 6 o'clock. ഒരു അടിപൊളി സ്ഥലം കൂടി ഉണ്ട് കാണിക്കാനായിട്ട്. ഇവരൊന്ന് ഹാപ്പി ആക്കണ്ടേ, സ്വന്തമായിട്ടൊന്ന് ഹാപ്പി ആവണ്ടേ? അങ്ങോട്ട് പോവാം. ട്രാമിൽ പോവാം. നമ്മള് ട്രാമിലും പോയില്ലല്ലോ. ഈസ്തറ്റിക് ആയിട്ട് അവർ വാക്ക് വേ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും തിക് ചെയിൻസ് എന്തിനാ വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിന്റെ ആങ്കറിന്റെ ചെയിൻസ് ഉണ്ടല്ലോ, ആ ഒരു ചെയിൻസിന്റെ മോഡൽ ഇതാണ് ഇത് ഡെക്കറേഷൻ ആക്കി വെച്ചിരിക്കുന്നത്. അത് നല്ല ഡിംലി ലിറ്റ് ലൈറ്റ് വെച്ച് ആ സൈഡ് മൊത്തം കണ്ട. ലൈറ്റ് റെയിൽ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. സ്റ്റേഷനൊക്കെ കണ്ട ഭയങ്കര ഒരു എസ്തെറ്റിക് ആയിട്ടാണ്. മെട്രോ അല്ല, മെട്രോന്റെ ഒരു വേറെ വേർഷൻ, സ്ലോ ആയിട്ട് പോകുന്നതായിരിക്കും. എല്ലായിടത്തേക്കും ഏകദേശം കണക്ടിവിറ്റി ഉണ്ട്. ആൻഡ് നമ്മുടെ സ്റ്റേഷന്റെ പേരെന്താ അറിയോ? ലവ് സ്റ്റേഷൻ. എല്ലായിടത്തും ലവ് പറയാ. പ്രിയക്ക് മാത്രമേ ഉള്ളൂ ലവ് ഇല്ലാത്ത. എല്ലാരും ഭയങ്കര ലവിങ്. പ്രിയക്ക് മാത്രമേ ഉള്ളൂ. ആ എല്ലാരും ലവ് ചെയ്തോണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞ ഒരു ബസ് പോലെ തന്നെ ഉണ്ട് അല്ലേ? എത്ര ടൈം എടുക്കുന്നത്? ടൈപ്പിലൊക്കെ എന്ത് പെട്ടെന്ന് വന്നോണ്ടിരുന്നത്. ആ ഇത് ലൈറ്റ് റെയിൽ. നോക്ക്, ട്രാം പോലെ ആക്ച്വലി. പോകുന്നു. ആ ചെറുതാ. അതും കണ്ട ശരിക്കും ഒരു പ്രോപ്പർ ഒരു ഇവിടത്തെ ഒരു വോൾവോ ബസ്സിലൊക്കെ ആകും പോലെ തന്നെ മൊത്തം. അവിടെ മാത്രം പാലത്തില്, ഇവിടെ റോഡിൽ കൂടെ പോകുന്നത് ട്രാമാണ് ആക്ച്വലി. പ്രിയ ഇത് നോക്ക്, ഇതിന്റെ പേരാണ് ഡ്രീം മോൾ എന്നാണ്. ഈ മോളിന്റെ പ്രത്യേകത എന്താ അറിയോ? റൂഫ് ടോപ്പില് എന്തായിരിക്കും? ഗാർഡൻ ആണോ? അല്ല. അല്ല. സ്വിമ്മിംഗ് പൂൾ ആണോ? അല്ല. എന്തായിരിക്കും? അമ്യൂസ്മെന്റ് പാർക്ക്. മോളിന്റെ റൂഫ് ടോപ്പില്. മേളിൽ എന്താന്ന്? മോളിന്റെ മേളില് അമ്യൂസ്മെന്റ് പാർക്ക് ആണ്. അതിന്റെ അമ്യൂസ്മെന്റ് പാർക്കില് ഫെയർസ് വീൽ. ആ മോളിന്റെ മേളില്, അല്ലാതെ ഗ്രൗണ്ട് ഫ്ലോറിലല്ല, അത് തറയിലല്ല. ആലോചിച്ച് നോക്ക്. പറ്റെങ്കിൽ പോവാം. എനിക്കൊന്ന് ക്ലോസ് ചെയ്യാറായെന്ന് തോന്നുന്നു. അതിന്റെ ചെറി ബ്ലോസത്തിന്റെ രീതിയിൽ അവർ വെച്ചിരിക്കുന്നത്. ടൈപ്പേ 101 കാട്ടി വലിയ മോളാ ഇത്. ഒന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേദുവിന് എന്തെങ്കിലും വാങ്ങാം. വെറുതെ ഒന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ട്. അമ്യൂസ്മെന്റ് പാർക്ക് മുകളിൽ കാണാൻ പറ്റുമെങ്കിൽ കാണാം. മോളിന്റെ മുകളിൽ അമ്യൂസ്മെന്റ് പാർക്ക് എന്താന്ന് അറിയണ്ടേ? ഇവിടെ രാവിലെ വന്നാലേ രാത്രിയെങ്കിലും ഇറങ്ങാൻ പറ്റുള്ളൂ. മോളിന്റെ ഭംഗി നോക്ക്. ആശ്വാസായി. AC കയറിയപ്പോ അല്ലേ? ഭയങ്കര ചൂടായി പോയി. അടിപൊളി. നോക്ക് മോള്, സൂപ്പർ ആയിട്ടില്ലേ? ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ആൾക്കാരില്ല. അത് ഇതിന്റെ റിവ്യൂല് എഴുതിയിരിക്കുക, മോൾ ഇസ് ടു ഗുഡ് ഫോർ ദിസ് ടൗൺ എന്ന്. കാരണം ഇത്ര ആൾക്കാർ ഇവിടെ ഉള്ളു. പക്ഷെ മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. ഒരു ഫ്ലോർ മൊത്തം കിഡ്സിന്റെ, കിഡ്സ് കിങ്ഡം എന്നാണ് പേര്. ഇറങ്ങിക്കോ. ഇനി ഏതിന്റെ അഴിഞ്ഞാട്ടം കാണാൻ കേട്ടോ നിങ്ങൾക്ക്. കിടക്കോ ഇത്? ഇത് ലുലു മോളിനേക്കാളും വലുതാണ്. പിന്നെ ലുലു മോളിനൊക്കെ എത്രയോ വലുതാ. അതുമാത്രല്ല, ഇത് കണ്ട കിഡ്സിന്റെ തന്നെ ഫുൾ ഫോർ കിഡ്സ്. പ്യൂമ കിഡ്സ്, അഡിഡാസ് കിഡ്സ്,
സ്കെച്ചേഴ്സ് കിഡ്സ് ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ലേ കിഡ്സിന് വേണ്ടിയുള്ള ഇങ്ങനത്തെ ബ്രാൻഡ്സിന്റെ ഷോപ്സ് കണ്ടിട്ടില്ല. അഡിഡാസ് അകത്ത് കാണും, പക്ഷെ അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ട്. പിന്നെ ഏറ്റവും വലിയ ടോയ് ഷോപ്പ് നിങ്ങൾ എബ്രോഡ് പോവുകയാണെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ. ടോയ്സ് ആർ അസ് കണ്ടാൽ കഴിഞ്ഞാൽ കയറിക്കോ. എനിക്കൊന്ന് ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ സാധനം കിട്ടുന്നത് ഇവിടെ. സിംഗപ്പൂർ വരെ അഫോർഡബിൾ ആയിട്ട് കിട്ടും ടോയ്സ്. കിട്ടിയവന് കിട്ടി കാണിച്ചേ. ശാശയുടെ എനിമീന്ന് എന്താ പേര്? ഡോഗ് ഓക്കോ. ഇതൊക്കെ എങ്ങനെ പഠിക്കുന്ന? വായിക്കാറിയില്ല. അവനോട് കാറ്റിന്റെ സ്പെല്ലിംഗ് ചോദിച്ചാൽ അവനറിയില്ല. സ്പൈഡർമാന്റെ എനിമിയുടെ പേര് ചോദിച്ചാൽ അവൻ പറയും. എല്ലാം അറിയാം. നോക്ക് പ്രിയ, കുട്ടികളുടെ ഫ്ലോറിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഡ്രിങ്ക്സ്. അതിൽ ചില ഡ്രിങ്ക് മിസ്റ്ററി ഡ്രിങ്ക് ആണ്. നമുക്ക് ഏതാന്ന് കുടിച്ചു കഴിയുമ്പോൾ അറിയാൻ പറ്റൂ. അങ്ങനെയൊക്കെ ആ അതെ, അതാ ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചിരിക്കുന്നത്. കണ്ടോ ഇവിടെ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇട്ടാൽ എന്തായാലും ഒരു ഡ്രിങ്ക് വരും. എന്തായാലും കളിക്കണം മാതിരിയല്ല. അല്ല. പിന്നെ അതെ കോട്ടൺ ക്യാൻഡി. എന്തോ പ്ലേ ഏരിയ ആണ്, പക്ഷെ കുട്ടികളെ കുളിപ്പിക്കുന്ന ഡോൾസിനെ കുളിപ്പിക്കുന്ന ടബ്, പിന്നെ അതെ സർജറീസ്, സ്വിമ്മിംഗ് പൂള് പോലത്തെ ഏരിയ, കൊറേ സംഭവം ഉണ്ട്. മോളിന്റെ മേളില് ഏത് ഡാൻസർ നോക്കാൻ പറ്റാ. മോളിന്റെ മേളിൽ ചെയ്തു വെച്ചിരിക്കുന്ന നോക്ക്. പക്ഷെ ആൾക്കാരില്ല അല്ലേ ഇത്രയും അടിപൊളി ഏരിയ ആയിട്ട്. ഇതെന്താ അറിയോ, ഇത് വരുമ്പോ നമ്മള് കൊറോണയിലെ ടൈമിൽ വന്ന ഇത് നോക്ക് മേളില്. അയ്യോ ഇതൊരു സംഭവമായി പോയി. ഇത് വർക്ക് ചെയ്യൂല, ആൾക്കാരില്ലല്ലോ, നമ്മളെ കേറ്റൂല. പക്ഷെ ഒരു ബിൽഡിങ്ങിന്റെ മേളില് ജയന്റ് വീല് വെച്ച് അതിന്റെ വെയിറ്റ് എങ്ങനെ താങ്ങും? വെയിറ്റ് ഒക്കെ താങ്ങും. ഭയങ്കര സെറ്റപ്പ് ആയി പോയി അല്ലേ സംഭവം. എന്തായാലും ദിസ് ഇസ് അമേസിംഗ്. ഐ നെവർ സീൻ സംതിങ് ലൈക്ക് ദിസ്. ഒരു മോളിന്റെ മേളില് ജയന്റ് വീല്, അമ്യൂസ്മെന്റ് പാർക്ക് എല്ലാം കൂടെ സൂപ്പർ അല്ലേ. ആൾക്കാരില്ലാതെ ശരിക്കും ഉണ്ടല്ലോ ഈ കൗസിയോങ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു, ഈ തൈവാൻ തന്നെ ഭയങ്കര ഒരു ഫാമിലി ഫ്രണ്ട്ലി ഡെസ്റ്റിനേഷൻ ആണ്. ഇപ്പൊ കണ്ടില്ല, എല്ലാ മോൾസ് ആണെങ്കിലും അതുപോലെ തന്നെ വാക്ക് വേസ്, എല്ലാ ആക്ടിവിറ്റീസും ഫാമിലി ഫ്രണ്ട്ലി ആണ്. ഞാൻ അധികം ഭയങ്കര പാർട്ടി നൈറ്റ് ലൈഫും അങ്ങനെയൊന്നും കണ്ടില്ല. കൂടുതൽ അങ്ങനെ കാണും ഓബിയസ്ലി, പക്ഷെ കൂടുതൽ ഇങ്ങനത്തെ ഓക്കെ. അപ്പൊ ബാക്കിലത്തെ ലൈറ്റ്സ് നോക്ക്, അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഒരു അടിപൊളി മോളാണ്, ഒന്നും പറയില്ല. എക്സ്പ്ലോർ ചെയ്യാൻ ടൈം കിട്ടിയില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, ബൈ. ടയർഡ് എന്നാ പോവാ. ഒരു ലവ് ഇല്ലാത്ത ആള് ലവ് റൂറി പോയിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ലവ്.